അങ്ങനെ കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ ബിഗ് ബോസ് മലയാളത്തിന്റെ പുതിയൊരു സീസൺ വരാൻ പോകുകയാണ്. അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കുവാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. വൈകുന്നേരം 7 മണിക്ക് ഈ സീസണിൽ മാറ്റുരയ്ക്കാൻ പോകുന്ന മത്സരാർത്ഥികളെ അവതാരകൻ മോഹൻലാൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും. അതിനായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് കാണികൾ. മുൻ സീസണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ വളരെ ചുരുക്കമാണ്. അതിൽ ഏറ്റവും ജനപ്രീതി നേടിയ മത്സരാർത്ഥിയും സീസൺ വിജയിയുമായി മാറിയ ആളായിരുന്നു സംവിധായകൻ കൂടിയായ അഖിൽ മാരാർ. ബിഗ് ബോസ് മലയാളം സീസൺ 5 ടൈറ്റിൽ വിന്നർ ആയിരുന്നു അഖിൽ. ഷോ തുടങ്ങിയത് മുതൽ പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് ഓരോ ദിവസവും തെളിയിച്ച് എതിരാളികളെ പിന്തള്ളി 100 ദിവസം വിജയകരമായി മുന്നേറാൻ അഖിൽ മാരാർക്ക് സാധിച്ചിരുന്നു. ഒരു കൂട്ടം നെഗറ്റീവുകളുമായി ഷോയിൽ കയറി പോസിറ്റീവും വൻ ആരാധക വൃന്ദവും സ്വന്തമാക്കി തിരിച്ചു വന്ന അഖിൽ മാരാർ വിജയിച്ചു വന്നപ്പോൾ പ്രേക്ഷക ആവേശത്തിനും അതിരില്ലായിരുന്നു. ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ 7 ആശംസയുമായി എത്തിയിരിക്കുകയാണ് അഖിൽ. ബിഗ് ബോസ് ഫൈനൽ വേളയിൽ കാരവാനിൽ നിന്നും എടുത്ത വീഡിയോയ്ക്ക് ഒപ്പമാണ് അഖിൽ മാരാരുടെ പോസ്റ്റ്. അന്ന് ചിന്തിച്ചത് ബിഗ് ബോസിൽ നിന്നെ കയറ്റില്ല അഥവാ കയറിയാൽ ആദ്യ ആഴ്ചയിൽ പുറത്താക്കുമെന്ന് വെല്ലുവിളിച്ചവരെയാണെന്ന് അഖിൽ മാരാർ പറയുന്നു. പുതിയൊരു ബിഗ് ബോസ് സീസൺ വരികയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് മുംബൈയിലെ ഫിലിം സിറ്റിയിൽ ഈ കാരവാനിൽ ലാലേട്ടൻ വിളിക്കുന്നതും കാത്ത് മണിക്കൂറുകൾ കാത്തിരുന്നപ്പോൾ ആകെ ചിന്തിച്ചത് നിന്നെ ബിഗ് ബോസിൽ കയറ്റില്ല അഥവാ കയറിയാൽ ആദ്യ ആഴ്ചയിൽ പുറത്താക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിച്ചവരെ കുറിച്ച് മാത്രമായിരുന്നു. കയ്യിൽ പുറംഭാഗം പൊട്ടിയ OnePlus 8 ഒരു ഫോൺ നിങ്ങൾക്ക് കാണാം. ജീവിതവും അതുപോലെ പൊട്ടിത്തുടങ്ങിയതായിരുന്നു. 17 പേര് ഇന്നലെ ബിഗ് ബോസിൽ കയറിയിരിക്കുന്നു. എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു. എല്ലാ ബിഗ് ബോസ് പ്രേക്ഷകർക്കും സ്നേഹാശംസകൾ. ബിഗ് ബോസിലെ ഏറ്റവും മികച്ച സീസണായി സീസൺ 7 മാറട്ടെ എന്നായിരുന്നു അഖിൽ മാരാരുടെ വാക്കുകൾ. അതേസമയം രാജ്യത്തെ വിവിധ ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഷോയുടെ മലയാളം വേർഷൻ ആരംഭിച്ചിട്ട് 6 സീസണുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് മുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 തിരശ്ശീല ഉയരും. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ ഏഷ്യാനെറ്റിൽ ഷോ സംപ്രേഷണം ചെയ്യും. ഒപ്പം ജിയോ ഹോട്ട്സ്റ്റാറിലും പ്രേക്ഷകർക്ക് ബിഗ് ബോസ് ഗ്രാൻഡ് ലോഞ്ച് കാണാനാകും. വർണ്ണശബളമായ ആഘോഷരാവിൽ തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളെ ഷോ അവതാരകനായ മോഹൻലാൽ സ്വാഗതം ചെയ്ത് ബിഗ് ബോസ് വീട്ടിലേക്ക് പറഞ്ഞുവിടും. ആരൊക്കെയാകും ഇത്തവണ ഷോയിൽ മാറ്റുരയ്ക്കുക എന്നറിയുവാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാകും ബിഗ് ബോസ് മലയാളം സീസൺ 7 വരിക എന്നാണ് ഇതുവരെ പുറത്തുവരുന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വിവിധ സ്ട്രാറ്റജികൾ, ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, സോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർ കാർഡ്, വിക്ടിം കാർഡ് എന്നിവയ്ക്കെല്ലാം തന്നെ ബിഗ് ബോസ് സീസൺ 7 ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് ഉറപ്പാണ്. മുൻ സീസണുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ടാസ്കുകൾക്ക് പുറമെ അവതരണത്തിൽ പുത്തൻ മാറ്റവുമായി മോഹൻലാലും എത്തും. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രൊമോകൾ പ്രേക്ഷകർ ആവേശത്തോടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും എന്തൊക്കെയാകും ഇത്തവണ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.